ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കക്കയിറച്ചി കൊണ്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളിവിടെ കക്കയിറച്ചി റോസ്റ്റ്, അതുപോലെ കക്കയിറച്ചി തോരൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നതിനായിട്ട് 250 ഗ്രാം, ഒരു 1/4 കിലോ കക്കയിറച്ചിയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു കറുത്ത അഴുക്കൊക്കെ ഉണ്ടാകും. അത് നമ്മൾ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കളയണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകി അതിൻ്റെ വെള്ളം അതിൽ നിന്ന് ഊറ്റിക്കളഞ്ഞ് വീണ്ടും ആ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് വീണ്ടും കഴുകിയെടുക്കരുത്. കാരണം ഇതിൽ കുറച്ച് മണ്ണ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുകിയിട്ട് അതിൽ നിന്ന് വാരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മുഴുവനും വാരി മാറ്റിയതിന് ശേഷം അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകി നമ്മൾ ആദ്യത്തെ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. കാരണം മുഴുവനായിട്ട് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് നന്നായി കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെക്കാം. അതിനടുത്തായിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കുന്നതിനുള്ള ചീനച്ചട്ടിയും കൂടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ തേങ്ങ എടുക്കുക. അത് നമുക്ക് ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 2 കപ്പ് എടുക്കുക, അല്ലെങ്കിൽ 1.5 കപ്പ് എടുത്താൽ മതി. അതുപോലെ തന്നെയാണ് കേട്ടോ മല്ലിപ്പൊടിയും. നമ്മൾ ഗ്രേവി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 5 ചെറിയുള്ളി, 5 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ പീസ് പട്ട, 1/4 ടീസ്പൂൺ കുരുമുളക്, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1/4 ടീസ്പൂൺ ഉലുവ കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ ഗ്രൈൻഡറിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും കേട്ടോ. ഇവിടെ നമ്മുടെ കറി നല്ല പാകമായിട്ട് വരുന്നുണ്ട്, തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ നല്ല വറുത്ത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ഇത് വെന്ത കക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഒന്ന് പാകാക്കി എടുക്കുക. ഇനി ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. നമ്മൾ കക്കയിറച്ചി ഏത് രീതിയിൽ കുക്ക് ചെയ്താലും അതിൽ കുറച്ച് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഒരു ചെറിയ സവോളയും 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ചെറിയ സവാള എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾ വലിയ സവോള എടുത്താൽ മതി. കുറച്ച് ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം കരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 2 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കക്കയിറച്ചി കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൂടുതൽ കക്കയിറച്ചി റോസ്റ്റ് ചെയ്യുന്നതും ഫ്രൈ ചെയ്യുന്നതൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. എന്നാലും ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിലും ഒന്ന് കറി വെക്കാം കേട്ടോ. ഇതും നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.